പിന്നെ ചെറിയൊരു രാഷ്ട്രീയം. നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഒരു തങ്ങൾ എന്നറിയപ്പെടുന്ന സാദിഖ് അലി തങ്ങൾക്കെതിരെ ഒരു അപകീർത്തികരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്തൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവനെ പിടിക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗുകാർ ശക്തമായിട്ട് പ്രതികരിച്ച ഒരു സമയമുണ്ടായിരുന്നു. അഫ്സൽ പാണക്കാടിനെ സംശയിക്കുന്നുണ്ടായിരുന്നു. അവനെ സംശയിച്ചുകൊണ്ടും അവനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ പോലും അവനെതിരെ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടൊക്കെ അവർ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. അബ്ദുറബിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊരു മുമ്പ് ഒരു MSF പ്രവർത്തകനായിരുന്നു, അവന് MSFൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു ഐഡികളിലും ഈ വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പിടിച്ച ആൾക്കെതിരെയോ കൃത്യമായിട്ട് ഇടപെട്ട ഒരു പോസ്റ്റ് പോലും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ വ്യക്തി ഒരു ലീഗുകാരനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളും അവരിട്ടിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ്? സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവരാലും ബഹുമാനിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും ഒരുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മതപരമായിട്ട് ഇങ്ങനെ ഒരു ആദരിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിയെ പിടിച്ചിട്ടും സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ ആണെങ്കിൽ പോലും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ ഇത് കൃത്യമായ ഗൂഢാലോചനയാണോ എന്നൊരു സംശയം കേട്ടോ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം വരൂലേ? അതുപോലെ തന്നെ അഫ്സൽ പാണക്കാടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവർ എല്ലാ പ്രൊഫൈലുകളിലും അവർ ഇറങ്ങി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അഫ്സലാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളത്, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് VPN ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരാരും കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതാർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയട്ടോ.